ഹലോ ഡിയേഴ്സ്, എല്ലാ ഫാമിലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഞാൻ വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റായിട്ട് പഞ്ഞി പോലത്തെ വെള്ളയപ്പത്തിൻ്റെ വീഡിയോ ആയിട്ടാണ്. വെള്ളയപ്പെന്നും പാലപ്പെന്നും ഒക്കെ പറയും. അപ്പോൾ ഇത് നമ്മുടെ ഈസ്റ്റോ അല്ലെങ്കിൽ അപ്പക്കാരോ കപ്പി കാച്ചിട്ടോ ഒന്നുമല്ല. അതെങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. ഞാനിവിടെ 2 ഗ്ലാസ് പച്ചരി തലേന്ന് കുതിർത്ത് വെച്ചിരുന്നു. അപ്പോൾ ഈ ഗ്ലാസ്സിനാണ് 2 ഗ്ലാസ് പച്ചരി എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകി ജാറിലിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം 2 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് തേങ്ങയാണ് വേണ്ടത്. 1.5–1.25 നമുക്ക് എടുക്കാം. അത് നല്ല പച്ച തേങ്ങ ആയിരിക്കണം, ഉണങ്ങിയ തേങ്ങ എടുക്കരുത് കേട്ടോ. നല്ല പച്ച തേങ്ങ, ഇച്ചിരി കരിക്ക് പോലത്തേക്കാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ അതൊരു 3/4 ഗ്ലാസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ചോറാണ്. അപ്പം ചോറ് തണുത്തതാണെങ്കിൽ കുറച്ച് ചൂടാക്കിയിട്ട് ഒരു തവി ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ ഇതിലേക്ക് വേണ്ടത് നമ്മളെ ഉഴുന്നുമാവില്ലേ, അപ്പോൾ നമ്മൾ തലേദിവസമൊക്കെ അരച്ച് വെച്ചിരിക്കുന്ന ഉഴുന്നുമാവാണ്. അപ്പോൾ അതൊരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല പുളിയുള്ളതാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ മതി. പുളിയൊക്കെ കുറവാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് അടിച്ചു കൊടുക്കുക കേട്ടോ. 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ലാസ്റ്റാണ് ചേർത്ത്, അപ്പോൾ അത് എടുക്കാൻ വിട്ടുപോയി. പിന്നെ വെള്ളം ഒഴിക്കുമ്പം ഈ ഒരു അളവിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നഖമൊക്കെ ഒഴിച്ചു കൊടുക്കുക, ഓവറായി പോകരുത്, പിന്നെ തീരെ കുറഞ്ഞും പോകരുത്. അപ്പോൾ ഇത് നമ്മൾ ജാറിലിട്ട് നന്നായിട്ട് തന്നെ അടിച്ച് പതപ്പിച്ചടിച്ച് അരച്ചെടുക്കാം. ഇതുപോലെ നല്ല പത വരണം, ബബിൾസൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കണം. അങ്ങനെ അരച്ചെടുക്കുമ്പോൾ അപ്പം നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് ഒന്ന് മൂടി വയ്ക്കുക. എന്നിട്ടൊരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നും കൂടി അരച്ച് ജാറിൽ തന്നെ വെച്ചിരുന്നാൽ മതി. ഇപ്പം ഞാൻ രാവിലെയാണ് അരച്ചത്. വൈകുന്നേരം ആകുമ്പോൾ തുറന്ന് നോക്കിയപ്പം ഇതുപോലെ പൊന്തി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ചുട്ടെടുക്കാം. അപ്പം അത് നോക്കി നല്ല പത വന്നിട്ട് ജാറിൻ്റെ മുകളിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഏതാണ് നമ്മൾ അരയ്ക്കുന്നതെങ്കിലും കുറച്ച് നന്നായിട്ട് തന്നെ അരച്ചെടുക്കുവാണെങ്കിൽ, ഉഴുന്ന് അരിയാണെങ്കിലും ഇതുപോലെ വെള്ളയപ്പത്തിനാണെങ്കിലും ഒക്കെ നന്നായിട്ട് തന്നെ അരച്ചെടുക്കുവാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് കണ്ടോ. അപ്പം നമ്മൾ ഈസ്റ്റോ അല്ലെങ്കിൽ അപ്പക്കാരോ പിന്നെ കപ്പി കാച്ചിട്ടോ അങ്ങനെ ഒന്നും ഒഴിച്ചിട്ടില്ല. നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ തേങ്ങ എടുക്കുമ്പോൾ കുറച്ച് ഒരു കരിക്കിൻ്റെ പോലത്തെ നല്ല പച്ച തേങ്ങ എടുക്കുക കേട്ടോ. ഉണങ്ങിയ തേങ്ങ എടുക്കാണ്ട് പച്ച തേങ്ങ എടുക്കുക, ശ്രദ്ധിക്കുക. പിന്നെ ചൂട് ചോറും. അപ്പോൾ റേഷനരിയുടെ ചോറാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇതുപോലെ ആക്കി നമുക്കിന്ന് ചുട്ട് നോക്കാം. ഇത് വേറൊരു പാത്രത്തിലോട്ടാക്കിയിട്ട് ചുട്ട് നോക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇങ്ങനെ അടിച്ചിളക്കാണ്ട്, ചിലരൊക്കെ ഉണ്ടാവും ഇങ്ങനെ അടിച്ച് പതപ്പിച്ച് ഇളക്കി എടുക്കുന്നുണ്ടാവും. അങ്ങനെ എടുക്കാതെ നമ്മൾ സ്ലോയിൽ ഇങ്ങനെ ഇളക്കി എടുക്കാം. ഇനി ഞാനൊരു പാലപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്, നമുക്കൊന്ന് ചുട്ട് നോക്കാം. അപ്പം ഒരു തവി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ചുറ്റിച്ചെടുക്കാം. ഞാൻ ചുറ്റിച്ചാൽ ഇതിങ്ങനെ ആവുള്ളൂ കേട്ടോ. എനിക്ക് ഷേപ്പിൽ വരുത്താനെന്ന് പറഞ്ഞൂടാ. അപ്പോൾ ഈ ഒരു ഷേപ്പൊക്കെ കിട്ടുള്ളൂ എനിക്ക്. നിങ്ങളൊക്കെ ആക്കുമ്പോൾ നല്ല വൃത്തിയിലാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റിലാകുമ്പോൾ ഇങ്ങനെയൊക്കെ കിട്ടും, ലാസ്റ്റോട്ടാകുമ്പോൾ റൗണ്ടെല്ലാം നല്ല ഷേപ്പിൽ കിട്ടും. വേണ്ട, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. കുറേ ഇങ്ങനെ ചെറിയ ചെറിയ ഹോൾസ് വന്നിട്ടുണ്ടാ. അപ്പോൾ എന്തായാലും പരീക്ഷിച്ച് നോക്കാം കേട്ടോ ഈ ഒരു ഐഡിയയിൽ. അപ്പോൾ ഈസ്റ്റൊക്കെ ആകുമ്പോൾ നമ്മൾ എപ്പോഴും ഈസ്റ്റെല്ലാം ഇട്ട് ഉണ്ടാക്കുന്ന നമ്മുടെ ശരീരത്തിന് അത്ര നല്ല സാധനമല്ലല്ലോ അല്ലേ. അപ്പോൾ എന്തായാലും പരീക്ഷിച്ച് നോക്കുക. ഈസ്റ്ററൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ എന്തായാലും വെള്ളയപ്പം ചിക്കൻ സ്റ്റൂവിൻ്റെ വീഡിയോ ഞാൻ ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുക കേട്ടോ. അപ്പോൾ ചിക്കൻ സ്റ്റൂവിൻ്റെ വീഡിയോ കാണാൻ മറക്കരുത്. പിന്നെ ഒരു കാര്യം, നമ്മുടെ LS ഫാമിലി കിച്ചൻ്റെ ഷോർട്സും ഉണ്ട് കേട്ടോ. അതിൽ നല്ല നല്ല റെസിപ്പീസിൻ്റെയൊക്കെ വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതും കാണാൻ മറക്കരുത്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. പിന്നെ നമ്മുടെ LS ഫാമിലി കിച്ചണിൽ അംഗമാകണമെങ്കിൽ ഇപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. സൈഡിലുള്ള ബെൽ ബട്ടണും കൂടെ അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. എങ്കിലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.